നമസ്കാരം. നമ്മുടെ ഇന്നത്തെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ 20ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് അതാണ് ഇന്ന് ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ +1 ഒരു ലാസ്റ്റ് ചാപ്റ്ററാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വികസനം. അപ്പോൾ എന്തൊക്കെയാണ് ഒരു വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം ആ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വികസനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും മനസ്സിലാക്കുന്ന ചാപ്റ്ററാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ ഡെവലപ്മെൻറ്റ് ഈസ് ദ ബേസിസ് ഓഫ് എ കൺട്രി, ദ പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി. ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ ആ രാജ്യത്തെ വികസനമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. The development has a narrow and wide aspect of the meaning after the terms development. ഇപ്പോൾ സാമ്പത്തിക വളർച്ചയുടെ നിരക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെ ആധുനികവൽക്കരിക്കുക എന്നീ നിയന്ത്രിത ലക്ഷ്യങ്ങളെയാണ് നമ്മൾ വികസനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇൻ ദ നാരോ സെൻസ് ദ ഡെവലപ്മെൻറ്റ് ഡിനോട്ട്സ് increase of the economic growth rate of the modernized society. ഇപ്പോൾ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ ഒരു രാജ്യത്തെ പുരോഗതി കാണാം, ക്ഷേമം കാണാം, അഭിവൃദ്ധി കാണാം, വളർച്ച, ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള അഭിലാഷത്തെ സൂചിപ്പിക്കുന്ന ആശയത്തെയാണ് നമുക്ക് വികസനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ in the wide sense of development denotes the progress, the welfare, prosperity and the aspiration for a better life. വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ പുരോഗതി എന്നാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേമമുണ്ട്, അഭിവൃദ്ധിയുണ്ട്, മെച്ചപ്പെട്ടൊരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള അഭിലാഷം എന്നിവയെ സൂചിപ്പിക്കുന്ന ആശയത്തെ നമുക്ക് വികസനം എന്ന പേരിൽ നമുക്ക് പറയാം. The people often identify the society with the external changes of the society. For example, the people considered achievement of the present target and the completion of project like dams, ഫാക്ടറീസ് ഓർ ദ ഹോസ്പിറ്റൽസ് ആസ് ദ റിയൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ജനങ്ങളെ പൊതുവെ നമ്മുടെ വികസനമായിട്ട് തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഹ്യമായി കാണപ്പെടുന്ന ചില മാറ്റങ്ങളുണ്ട്. ഉദാഹരണം, മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങളുണ്ട്, അത് കൈവരിക്കുക, അണക്കെട്ടുകൾ, ഫാക്ടറികൾ, ആശുപത്രികൾ എന്നിവ പോലത്തുള്ള പദ്ധതികളെല്ലാം തന്നെയും പൂർത്തിയാക്കുക. ജനങ്ങൾക്ക് അതെന്ത് ചെയ്യുന്നു, ആ ഒരു രാജ്യത്തെ വികസനമായിട്ട് കണക്കാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത് ദ ചലഞ്ചസ് ഓഫ് ഡെവലപ്മെൻറ്റ്, വികസനത്തിൻ്റെ വെല്ലുവിളികളെ കുറിച്ചിട്ടാണ് അടുത്ത നമ്മുടെ ഹെഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഗെയിനഡ് ഇമ്പോർട്ടൻസ് ഓൺലി ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദി 20th century. 20ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ വികസന സങ്കല്പത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതലും ഇമ്പോർട്ടൻസ് നൽകിയ ഒരു സമയം അല്ലെങ്കിൽ ലഭിച്ചത് എന്നതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു. During this time, the most of the colonies in the Asia and Africa got a political independence and become independent state. ഏഷ്യയിലും ആഫ്രിക്കയിലും നോക്കിക്കഴിഞ്ഞാൽ മിക്ക കോളനികളും ഇക്കാലത്ത് രാഷ്ട്രീയമായിട്ട് സ്വാതന്ത്ര്യങ്ങൾ നേടുകയും ആ സ്വാതന്ത്ര്യങ്ങളെ പിന്നീട് നമുക്ക് രാജ്യങ്ങളായി തീരുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ദ കൊളോണിയൽ കൺട്രീസ് ബ്രോട്ട് ദ റിസോഴ്സസ് ഓഫ് ദ കോളനീസ് ടു ദ കൺട്രീസ് ആൻഡ് ഇൻസ്റ്റീഡ് ഓഫ് യൂസിങ് ദം ഫോർ ദി വെൽഫെയർ ഓഫ് ദി നേറ്റീവ് പീപ്പിൾ. കൊളോണിയൽ ഭരണാധികാരികൾ കോളനി വിഭവങ്ങൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം സ്വന്തം നാട്ടിലേക്ക് അല്ലെങ്കിൽ അവരവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒരു ഉൽപ്പന്നങ്ങൾ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ആ രാജ്യം പട്ടിണി രാജ്യത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. The newly independent
the countries realized that the leakage of the resources is the causes for their the backwardness. ഈ ഒരു വിഭവച്ചോർച്ചയാണ് തങ്ങളുടെ രാജ്യങ്ങളുടെ പിന്നോക്കാവസ്ഥയെന്ന് നമ്മുടെ രാജ്യങ്ങൾ തിരിച്ചറിയുകയും അങ്ങനെ നമ്മുടെ രാജ്യത്തിന് പുതിയതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നേടുകയും ആ രാജ്യങ്ങൾ എന്ത് ചെയ്തു, അതിനാൽ തങ്ങളുടെ വിഭവങ്ങൾ ഒന്നും തന്നെ സമൂഹത്തിന് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടി കൂടുതൽ ഉപയോഗപ്പെടുത്താമെന്ന് അവർ കരുതുകയാണ് ചെയ്തിരുന്നത്. They desire to overcome their backwardness and to attain the standard of the living their the colonial masters. It is the inspired them to the formulate development project. തങ്ങളുടെ പിന്നോക്ക അവസ്ഥകളെ മറികടക്കണം, മുൻ കോളനികളിലുള്ള യജമാന്മാരുടെ ജീവിത നിലവാരങ്ങൾ എത്തിപ്പിടിക്കുവാനും തങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ വികസനത്തിന് രൂപം നൽകുകയും ഏറ്റവും കൂടുതൽ പ്രചോദനമാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത ക്രിറ്റിസിസം ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. വികസന മാതൃകയിലെ വിമർശനങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഹെഡിങ് ദ സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്, വികസനത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള ചിലവുകൾ. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദ എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അസസിങ് ഡെവലപ്മെൻറ്റ്, വികസനത്തെ വിലയിരുത്തുക. നാലാമത്തെ ഓൾട്ടർനേറ്റീവ് കൺസെപ്ഷൻ ഓഫ് ഡെവലപ്മെൻറ്റ്, വികസനത്തിൻ്റെ ബദൽ സങ്കല്പങ്ങളെ മനസ്സിലാക്കുക എന്നതാണ് നമുക്ക് കൂടുതലും മനസ്സിലാക്കി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രിറ്റിസം ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് അല്ലെങ്കിൽ വികസനത്തിൻ്റെ മാതൃകയ്ക്കെതിരെയുള്ള വിമർശനങ്ങളെ കുറിച്ച് ഈ ഒരു 4 പോയിന്റ് പറഞ്ഞു നിർത്തിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഓരോ കാര്യങ്ങളും ഇതിൻ്റെ ബാലൻസ് കാര്യങ്ങൾ നാളത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുക.